ഗൈസ് കങ്കുവ 300 കോടി ബഡ്ജറ്റ് തുടങ്ങിയ ഇന്ത്യൻ സ്കാമർ ഷിറ്റ്. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? 1000 crore எதிர்பார்க்கலாம். நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore அக்செப்ட் பண்றீங்க? ஐயோ சாரி சார். ஓவர் ஹைப் இஸ் இன்ஜூரியஸ் டு மூவி. பார்ட் 1க்கு தெரியாம யாராவது வர கூட வாய்ப்பு இருக்கு. பார்ட் 2க்கு எனக்கு தெரிஞ்சு யாரும் വര മാட்டாங்க. ജോൽസിനാണ് തോന്നുന്നു ഗണിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പാർട്ട് 2 ആരും വരത്തില്ലെന്ന്. കഥ എന്താണെന്ന് വെച്ചാൽ 5 ദ്വീപ് ഉണ്ടാവും. മണ്ടയാറ്, വെങ്കാട്, മുക്കാട്, വിയ്യൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം. അവിടെ 5 ഗണത്തിൽപ്പെട്ട ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അതിലൊരു ആദിവാസി കൂട്ടത്തിന്റെ തലവനാണ് നമ്മുടെ കങ്കു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിന്റെ 1 ലൈൻ ഇത്രയേ ഉള്ളൂ. ദ്വീപിലെ ഒരു കുട്ടിന്റെ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ്, അതായത് ആ കുട്ടിയെ ജീവിതകാലം മൊത്തം നോക്കുന്ന സൂര്യ കൊടുത്ത പ്രോമിസ് പുള്ളിക്കാരൻ നിറവേറ്റുമില്ലയോ എന്നാണ് ഇതിൻ്റെ 1 ലൈൻ സ്റ്റോറി. ശിവണ്ണ സ്ക്രീൻ പ്ലേ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അവിടെയാണ് ശിവണ്ണനെ കോട്ട വിട്ടത്. അതൊരു വഴിക്ക് നിൽക്കട്ടെ, സൂര്യ പറഞ്ഞ കേട്ടില്ല. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാங்க. പൊന്നുകളി എങ്ങനെയൊക്കെ ഒരു പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു വാവിളിച്ചത് മാത്രം. സംഭവം ഇത്രയേ ഉള്ളൂ. നട്ടി ചെയ്ത ക്യാരക്ടർ ലൈനിലൊരു ചീറ്റർ നമ്മുടെ സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ, ആ ഒരു ടൈറ്റിൽ തമിഴ്നാട്ടിൽ അർഹതപ്പെട്ട നടനാണ് നട്ടി. പുള്ളിക്കാരൻ ഫുൾ ചീറ്റിംഗ് റോൾസ് ചെയ്തിട്ട് തഴമ്പിച്ച ആളാണ്. സോ പുള്ളിക്കാരൻ എന്തെങ്കിലും ചീറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ആളിനെ അവരിനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് മറ്റൊരു ദ്വീപിലേക്ക് പണിക്ക് ആളെ വേണം പറഞ്ഞിട്ട് ഒരു 10-100 ആൾക്കാരനെ പിടിച്ചു കൊണ്ടുപോകും. ഇടയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ തനി സ്വഭാവം എടുത്തിട്ട് എല്ലാവരെയും കൊല്ലും. അപ്പോൾ ഇതറിഞ്ഞ് നമ്മുടെ സൂര്യയും കൂട്ടരും അടുത്ത പ്രാവശ്യം ഇതേപോലെ ആൾക്കാരനെ കൊണ്ടുപോകുമ്പോൾ അതിനെ തടഞ്ഞിട്ട് ഇവൻ്റെ ദ്വീപിലേക്ക് കൊണ്ടിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുക്കും. അതായത് ഈ നട്ടിനെയും കുടുംബത്തിനെയും കൊന്നുകളയാണ്. അപ്പോൾ സൂര്യ പറഞ്ഞു ഇവൻ ചെയ്ത കുറ്റത്തിന് കുടുംബം ഒന്നിനാണ് ശിക്ഷിക്കപ്പെടുന്നത് പറഞ്ഞിട്ട് അവസാനം നട്ടിനെ കൊല്ലും. അവസാനം അമ്മയ്ക്കും വേറെ വഴിയില്ലാണ്ട് ആ കുട്ടിനെ സൂര്യൻ്റെ ഏൽപ്പിച്ചിട്ട് നോക്കണം പറഞ്ഞിട്ട് ഇവളും ചാടിച്ചാവും. സൂര്യ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാണ്ട് ആ കുട്ടീനെ രക്ഷിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടി എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരു വ്യാളിച്ചക്കൻ ഫ്രണ്ടാണോ അതോ എനിമിയാണോ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലായില്ല. പോലത്തെ ഒരു വെറുപ്പിച്ചക്കൻ കാണുമ്പോൾ തന്നെ ജാതി വെറുപ്പീരാണ്. അപ്പോൾ കറക്റ്റ് ഒരു വേട്ടാവളിയും ചക്കൻ. അടുത്തത് നമ്മുടെ ബോബി അണ്ണൻ. പുള്ളിക്കാരൻ വേറൊരു ദ്വീപിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ എന്താ പറയുക ഡെവിളിഷ് ഐലൻഡാണ്. അതായത് അവിടെ ബ്ലഡിൻ്റെ തല്ലും കളിയാണ്. ഫുൾ ടൈം ആൾക്കാരനെ വെട്ടും കുത്തും കൊലപാതകം ഒക്കെയാണ് അവിടുത്തെ മെയിൻ ഹോബീസ്. അവിടുത്തെ കിങ് ആണ് നമ്മുടെ ബോബി അണ്ണൻ. ഡോറ ബുജിന്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് മാസ് ഡയലോഗ് കാണിക്കാം. പുള്ളിക്കാരൻ പ്രത്യേകിച്ചൊന്നുമില്ല, സൂര്യനെ പോലെ തന്നെ ടസിക്കുക, കാറിയ, അലറുക, ഡെവിളിഷ് ലുക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെയും സ്ഥിരം പരിപാടി. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിൽ നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരും. நம்ம படம் அங்க போய் மரங்க மேல ஏறி பெருமளத்தானுக்கு காத்திருக்கட்டும். 25,000 இல்ல 100,000 ஆட்கள் வரட்டும். എന്നിട്ട് അത് കാണിക്കും. ഒരു കാര്യം പറഞ്ഞു തന്നാൽ പിന്നെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അവസാനം ഈ ഹീറോ വില്ലൻ ഫൈറ്റ് ഉണ്ടല്ലോ, ഇവർ സൂര്യയും ബോബി അണ്ണനും തമ്മിൽ, അത് നേരത്തെ ഇവർ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് അടേ ശിവണ്ണ എന്തെങ്കിലും ഒരു ചെറിയ ട്വിസ്റ്റെങ്കിലും വെക്കടേ. ആ കുട്ടിയും മരിക്കും, ആ വില്ലനെയും കൊല്ലും. ഇത് ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിൽ പിന്നെ ഒരു ട്വിസ്റ്റ് പ്രസന്റും പാസ്റ്റും മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട്. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. പക്ഷെ ഇതിൽ പാല് കച്ചിലും മാത്രമേ ഉള്ളൂ രണ്ടവിടെയും കുട്ടിയെ രക്ഷിക്കുക. എനിക്കറിയില്ല ശിവണ്ണന് എങ്ങനെയാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. சிவா வந்து ஃபிலிம் இன்ஸ்டியூட்டில் സിനിമാറ്റോഗ്രാഫിയിൽ ഗോൾഡ് മെഡലിസ്റ്റ്. അരച്ച മാവിനെ തന്നെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ DSPയുടെ മ്യൂസിക്കാണ്. എൻ്റെ പൊന്നു, ഒരു ഓഡിയോ ഫയൽ എടുക്കുമ്പോൾ അതിന് നമുക്ക് കുറേ ചാനൽസ്, അതായത് ട്രാക്സ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അതിൽ എത്ര 2500 എന്തോ പറ്റുന്ന തോന്നുന്നു. അത് മൊത്തം യൂസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പൊന്നളിയ അത്രയും ഉണ്ടെന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് മാത്രം യൂസ് ചെയ്താൽ മതി. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും ആവുമ്പോൾ സൂര്യയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡയലോഗ്സ് ഒന്നും ഇല്ല. പക്ഷെ ഉള്ള ഡയലോഗ്സ് എല്ലാം ഹൈ പിച്ചിൽ കൊടുത്തിരിക്കും. സാധാരണ കാമായിട്ട് സംസാരിക്കേണ്ട ഡയലോഗ് പോലും കാറിക്കൂവിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്.
സൂര്യക്കാണെങ്കിൽ പിന്നെ ഇതിൽ കത്തിക്കുത്തു കൊണ്ടാലും വെടി കൊണ്ടാലും പയറ് പോലെ അങ്ങോട്ട് ഓടും. എൻ്റെ ശിവണ്ണ ഓടുക മാത്രമല്ല, അൺചാർട്ടഡ് 144 ലെവലിലൊരു ജമ്പൊക്കെ ഉണ്ട്. അതായത് പ്ലെയിൻ്റെ ഉള്ളിലേക്ക് ബൈക്ക് വെച്ച് ചാടിക്കയറ്റുന്നു. ആ കണ്ടന്റ് ക്ലിയർ എൻ്റെ പൊന്നളിയാ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ക്ലൈമാക്സിൽ ആ കുട്ടിനെ രക്ഷിച്ചിട്ട് സെക്കൻഡ് പാർട്ടിന് ലീഡ് കൊടുക്കണമല്ലോ. ശിവണ്ണൻ വേറെ ആരും ഇല്ല. വിക്രത്തിൽ സൂര്യ ക്യാമിയോ കൊടുത്ത് ഹിറ്റാക്കിയല്ലോ. അപ്പോൾ എന്തായാലും റോളക്സിൽ സൂര്യയും കാർത്തിയും കൂടി ഒരു ഫേസ് ഓഫ് ഉണ്ടാകുന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അതനുസരിച്ചിട്ട് ശിവണ്ണൻ ബുദ്ധിപരമായിട്ട് നോക്കി എന്താ ചെയ്യാന്ന്. ഓ ശരി, എന്നാൽ പിന്നെ എന്തായാലും ഇവരൊക്കെ ക്യാമിയോ ഒക്കെ അവിടെ ചെയ്യണ്ടല്ലോ. അപ്പം നമുക്ക് ഇതിലും ഒരു ക്യാമിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടാവും. സൂര്യനെ കൺവിൻസ് ചെയ്യണ്ട, അത് വർക്കൗട്ടാവും, 7 മാസമായിരിക്കുന്ന പറഞ്ഞിട്ട് കാർത്തിനെയും വിളിച്ചുകൊണ്ട് കുറേ കോലം കെട്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുലിക്കളിക്ക് ആൾ കോലം കെട്ടണ പോലെയൊക്കെ കോലം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യമില്ല, എന്തോ ഭാഗ്യത്തിന് ഇവർ തമ്മിലുള്ള ഫേസ് ഓഫ് ഉണ്ടായിട്ടില്ല. അതേ വലിയ ഭാഗ്യം. എന്തായാലും കങ്കുകൊട്ട് നടക്കില്ലല്ലോ, ഈ ഫേസ് ഓഫ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഇതും പറഞ്ഞിട്ടാണ് നമ്മുടെ പടം അവസാനിക്കുന്നത്.